ജനവികാരം നിങ്ങൾ അളക്കുന്നത് എങ്ങനെയാ? തെരുവിലിറങ്ങുന്ന മനുഷ്യരുടെ എണ്ണം കണ്ടുകൊണ്ടാണോ? അങ്ങനെ ജനവികാരം സൃഷ്ടിക്കാനാണെങ്കിൽ KC വേണുഗോപാൽ എന്ന ഒരുപക്ഷെ സംഘടനാ രാഷ്ട്രീയത്തിൽ ഇത്രയധികം കരുത്തനായ ഒരു നേതാവിന് മണിക്കൂറുകൾ മതി കേരളത്തിലെ 14 DCC-കളിലും കേന്ദ്രീകരിച്ച് ജനവികാരം ഉണ്ടാവാൻ. ഈ പറയുന്ന 63 MLA-മാരിൽ 30-40 MLA-മാർ ഒപ്പം നിൽക്കുന്ന ഈ KC വേണുഗോപാലിന് നിമിഷനേരം മതി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇതേപോലെ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്താൻ. പക്ഷേ KC അത് ചെയ്യാൻ പോയില്ല. അതാ നോക്കൂ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ജനവികാരം എങ്ങനെ അളക്കുക? അത് ഇവിടുത്തെ MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടി വളരെ വൃത്തിയായി ഇത് രേഖപ്പെടുത്തി ദില്ലിയിൽ എത്തിയില്ല. അതിനു മുമ്പ് ആ നിരീക്ഷകർക്കെതിരെയും അതിൽ രേഖപ്പെടുത്തി MLA-മാർക്കെതിരെയും തെരുവിലിറങ്ങുക ഇവിടെ ഒരു വിഭാഗം ആളുകൾ. അതിനൊന്നും ഇല്ലേ? എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാര്, ഭാരവാഹികള്, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ, ഇവർ മുഴുവനും ഒരു നേതാവിന്റെ പേര് പറയുമ്പോൾ തന്നെ മാനിപ്പുലേഷൻ ആണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൃത്യമായും അതിൽ വിദഗ്ധമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇതിന് അനന്തരഫലം എന്താണെന്നറിയാമോ? KC വേണുഗോപാലിന് സംഘി ചാർത്തി കൊടുത്തു. VD സതീശന്റെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിന് പിന്തുണയുള്ള നേതാവെന്ന പ്രതിച്ഛായ ചാർത്തി കൊടുത്തു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് സംഘിച്ചാപ്പയാണ്. എത്ര കാലം ഈ സംഘിച്ചാപ്പയുമായിട്ട് നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സംഘിച്ചാപ്പയെ കുറിച്ചുള്ള പ്രശ്നം ഇപ്പോൾ ഉന്നയിച്ചല്ലോ. 2011 തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ സംഘവേദിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ വേദന കണ്ടിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പോസ്റ്റ് വന്നു, അത് ചാപ്പ കുത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. മധു, ഗോൾവാൾക്കറുടെ മുന്നിൽ നിലവിളക്ക് കൊടുത്തുന്നയാൾ മതേതരവാദിയാണ്. അങ്ങല്ലേ കുറച്ചു മുമ്പ് VD സതീശൻ മതേതര ക്രെഡൻഷ്യലുള്ള ആളാണെന്ന് പറഞ്ഞത്? ഇത് പറയൂ. അല്ല, ആണോ? ഇത് പറയൂ. ഗോൾവാൾക്കറുടെ മുന്നിൽ നിലവിളക്ക് കൊടുത്തത് എന്താ മാധു വിട്ടുകളഞ്ഞത്? അല്ല, അങ്ങെന്താണ് ഇത് വിട്ടുകളഞ്ഞത്? അങ്ങ് പറയൂ, മതേതരവാദിയാണോ? അല്ല, അല്ലേ? പറഞ്ഞല്ലോ മതേതര ആളാണ് VD സതീശൻ. അങ്ങേക്ക് നാളേക്ക് 40 4 നിലപാടാണെങ്കിൽ എനിക്ക് പറയാനില്ല. അനാവശ്യമായി ഇങ്ങനെ വെറുതെ വാക്കുകൾ വിളിച്ചത് അങ്ങ് പറയരുത്. എങ്കിലും എന്റെ ചോദ്യം ഇതാ, മതേതര ക്രെഡൻഷ്യലിന്റെ ആളാണ് VD സതീശൻ എന്ന അങ്ങ് പറഞ്ഞ വാക്കുള്ളിലുള്ളൂ. ഇവരെന്തൊരു തോൽവിയാണ്. അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മിക അടുത്തറിയില്ല. കുറച്ചു മുമ്പാണ് പറഞ്ഞത് VD സതീശൻ മതേതരവാദിയാണെന്ന് അങ്ങ് പറഞ്ഞു. എന്നിട്ട് അങ്ങ് തൊട്ടടുത്ത സെന്റൻസിൽ പറയാണ് മതേതരവാദി അല്ല എന്ന്. ഇങ്ങനെ രണ്ട് നിലപാടുകൾ തർക്കിക്കാനില്ല. നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. മുന്നിൽ നിലവിളക്ക് കൊളുത്തിയാൽ മതേതരവാദിയാണെന്ന് താങ്കൾ പറയാതെ പറയും. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അങ്ങ് പറയൂ, മതേതര ക്രെഡൻഷ്യലാണോ VD സതീശൻ? മതേതര ക്രെഡൻഷ്യലാണോ VD സതീശൻ? എന്റെ അഭിപ്രായത്തിൽ അന്ന് VD സതീശൻ ചെയ്തത് മതേതരത്വത്തിന് ഭൂഷണമേ അല്ല. പിന്നെ എങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ മതേതര ആളാകുന്നത് VD സതീശൻ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മുന്നിൽ നിലവിളക്ക് കൊളുത്തിയാൽ മതേതരത്വമാകുമോ മധു? അതെങ്ങനെയാ? അവിടുന്നാണോ മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? കേരളത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവനും പോസ്റ്റർ വലിച്ചു കീറുന്നവനും ഈ പറയുന്ന ആൾക്കാരെ വിട്ട് ഫ്ലെക്സ് അടിച്ച് ലോറിയിൽ ഇറക്കി കൊടുക്കുന്നവരും എടുക്കുന്ന തീരുമാനത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പിന്നെ എന്ത് ഹൈക്കമാൻഡാണ്? അയ്യോ, നിനക്ക് എന്താണ്? ഇന്നലെ വരെ ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും പൊക്കി മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ പറയാ നിന്നെ ഞങ്ങൾ നാളെ തോൽപ്പിക്കും എന്ന് പറയുന്ന നേതാക്കന്മാരാണോ ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്? ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഇതിന്റെ ഉള്ളിൽ വർഗീയ ശക്തിയിൽ കയറിയിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഇറക്കാം, 500 ആൾക്കാരെയോ 1000 ആൾക്കാരെയോ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാര്യമില്ല. സ്മൃതി മാഡം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് നിലപാട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾക്ക് എന്തൊരു സംവിധാനം, അത്രേ ഉള്ളൂ. സ്മൃതി മാഡം മിനിഞ്ഞാന്ന് രാവിലെ ഒറ്റ വാക്കാണ് 3 നേതാക്കന്മാർ വന്നിട്ട് ഇനി ഫ്ലക്സ് വെക്കരുത്, ജാഥ നടത്തരുതെന്ന് പറഞ്ഞപ്പോൾ നിർത്തി. ജാഥ നിന്നത് എങ്ങനെയാ? ഈ ജനവികാരം അങ്ങനെയാണ് നിൽക്കുവോ? ജനവികാരം അത്രേ ഉള്ളൂ. 3 പേര് പറഞ്ഞു. പിന്നെ നാണക്കെടുത്തി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് കൈവീശി വരുന്ന KC വേണമല്ലേ ഒരു തോർത്തും തോളിലിട്ടിട്ട് സിദ്ധരാമയ്യന്റെ കൂടെയും ഈ പറയുന്ന DK ശിവകുമാറിന്റെ കൂടെയും കയറുന്ന KC വേണമല്ലേ നമ്മൾ കണ്ടതാണ്.
എന്താണെന്നറിയോ, ഈ ജനവികാരം എന്ന് അരുൺ സാർ നേരത്തെ പറഞ്ഞാണ്, ജനവികാരം എന്ന് പറയുന്ന ഈ അളവുകോലുണ്ടല്ലോ, ഈ ജനവികാരം എന്നൊരു അളവുകോല് ഈ ഫ്ലെക്സ് കീറുന്നതും ഈ പറഞ്ഞ ജാഥ നയിക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, അതിന് വേണ്ടിയിട്ട് AICC നിർദ്ദേശം കൊടുക്കണം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ജനവികാരം എന്ന് അറിയാൻ പറ്റുമല്ലോ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഈ സതീശന് മാത്രമല്ലേ ചെയ്യാൻ പറ്റുക? ആണോ? വി ഡി സതീശൻ പോയി ഫ്ലെക്സ് കീറിയോ? എന്താ വി ഡി സതീശൻ പോയി വി ഡി സതീശന്റെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പോയിട്ട് അണികൾ കീറി. അത് ശരി. ഇതൊക്കെ അവര് തിരുവനന്തപുരത്തിലെ എന്താ? രണ്ടാമത്തെ കാര്യം, അവര് ഇന്നലെ ഞാൻ നോക്കിയ സജീദ് എന്ന് പറയുന്ന സാറേ, ഒരു മിനിറ്റ്, സജീദ് എന്ന് പറയുന്ന ഒരു ബഹളം ഉണ്ടാക്കല്ലേ, ഒന്നുകിൽ തൃപ്തികരമായ രാഷ്ട്രീയം പറയുന്നതാണ് ബഹളം. നിങ്ങൾ ഉണ്ടാക്കുന്നത് ബഹളമല്ലേ? സ്ത്രീകൾ സംസാരിക്കുമ്പോൾ മാത്രമേ ബഹളമാവുകയുള്ളൂ. ശരി. ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ്, ജനവികാരം ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്, ജനവികാരം KC വേണുഗോപാൽ അനുകൂലമാണ് എന്നത് അവിടെ നിൽക്കട്ടെ. ജനവികാരം ഒരു പാർട്ടി മാനിക്കരുത് എന്ന് പറയുന്നത് എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് നേതാക്കൾ തെളിയിക്കട്ടെ എന്നേ. അത് മത്സരത്തിന് മുൻപ് തെളിയിക്കാനുള്ള സാധ്യത ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നില്ല എങ്കിൽ അത് അതിനുശേഷം തെളിയിക്കണമല്ലോ. ഈ ജനവികാരത്തിന്റെ ചിറകേറിയാണ് ഏത് അധികാര കോട്ടക്കൊത്തളത്തിനും മുകളിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് എന്നത് മറന്നുപോകരുത്. വോട്ട് ചെയ്തെന്നൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ, അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. എന്താ പ്രശ്നം അറിയാമോ? കുറേ നേതാക്കൾക്ക് ഒരിക്കലും മാറാത്ത ഡാമേജ് ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു ഫോട്ടോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സാധാരണഗതിയിൽ ജൈവിളിയും ബീജമും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇപ്പൊ ഒന്ന് കയറി നോക്കൂ. ഈ വിജയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നോക്കൂ. ആദ്യമൊക്കെ വലിയ അഭിനന്ദനമാണ്. ഷാഫി പറമ്പിൽ രാത്രി പകലില്ലാതെ പണിയെടുത്തൊരു നേതാവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. വലിയ അഭിനന്ദന പ്രവാഹമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ജനവികാരത്തെ വെല്ലുവിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഷാഫി പറമ്പിലിന്റെ അടക്കം ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്നത്. സ്വാഭാവികം. ഞാൻ കഴിഞ്ഞ ദിവസം റോജി എം ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ ഇതിനിപ്പോ കാശ് കൊടുത്തിട്ട കമന്റുകളാണോ എന്ന് അറിയാനുള്ള ഒരു പൊതു കൗതുകത്തിന്റെ പേരിൽ ഞാൻ ഒരു 25 പ്രൊഫൈൽ കയറി നോക്കി. അതൊന്നും പെയ്ഡ് പ്രൊഫൈലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, KM അഭിജിത്ത് ഈ പറയുന്ന പോലെ ഭാഗ്യം എന്ന വാക്കിന്റെ പര്യായം എന്ന നിലയ്ക്ക് കണ്ടതാണ്. ആ ഫോണിന്റെ മറവിലാണ് KM അഭിജിത്തിന്റെ വോട്ട് ആർക്ക് എന്ന് കാണാതെ പോയത്. പക്ഷെ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം KM അഭിജിത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? നോക്കൂ, ജനവികാരം കണക്കിലെടുത്തില്ല. ആരാണ് റോട്ടിൽ MLA ക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ? അല്ല, ആരാണ് ആരാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, അത് ഞാൻ പറയണോ? ഈ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞു. ചോദ്യം അങ്ങേതായിരുന്നു, മറുപടി ഈ പറയുന്ന ഒരു MLA ക്ക് റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു ടീമിനെ ഇറക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായിരുന്നില്ല അങ്ങയുടെ ചോദ്യം. അങ്ങയുടെ ചോദ്യം ആരാണ് വി ഡി സതീശന് അനുകൂലമായി വോട്ട് ചെയ്യണം ഒരു MLA-നോട് ലോജിക്ക് എന്താ? ഒരു വി ഡി സതീശനായിട്ടൊരു വി ഡി സതീശന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് MLA റോഡിൽ തടഞ്ഞു നിർത്തി സംവിധാനമാണ്. ആരാണ്? പൊതുജനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് പൊതുജനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് പൊതുജന അല്ല മാധു, അതാണ് പ്രശ്നം. പിന്നെ അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം എന്താണ്? ആ പ്രദേശത്ത് പ്ലാന്റാണ്, പ്ലാന്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് ആരാണ്? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. വീഡിയോ ഞാൻ പറയാം, കണ്ടറിയാം, പേര് കണ്ടറിയാം, ആളെ കണ്ടറിയാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പേര് കണ്ടാലും ആള് കണ്ടാലും അറിയാം. ഒരു ഉള്ളിലുള്ളതല്ല. അല്ല ഇതിന് മുൻപ് ജനം ഓടിച്ചതോളൂ. ജനം ഓടിച്ചെന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന് ഒരു തെരഞ്ഞെടുക്കുന്ന സമയത്ത് വൺ സൈഡഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോക്കി ഉണ്ടായിരിക്കണം. ആളുകൾക്ക് ചാപ്പ് കുത്തി കൊടുക്കും. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് അവിടെ നിൽക്കുന്നു, അങ്ങേക്ക് വിടുന്നു. ഇനി ഇത് നോക്കൂ, ജനവികാരം പാലിച്ചില്ലെങ്കിൽ 2004 ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി വടക്കാഞ്ചേരി, ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. ജനവികാരം അനുകൂലമായിരിക്കും അധികാരത്തിന് എന്ന് വിചാരിച്ചാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. വീട്ടിലിരുന്നു. അപ്പോ അങ്ങനെയുള്ളത് ഇനിയും ഉണ്ടാകാം എന്നത് പ്രധാനമാണ്. അതൊരു സത്യം മാത്രം. ഇനി ഈ ഹൈക്കമാൻഡ്, ഇങ്ങനെ ഒരു ഹൈക്കമാൻഡിനെ ലോകത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹൈക്കമാൻഡ് ആകണമെങ്കിൽ നാട് എന്താണെന്നും നാട്ടുകാരെന്താണെന്നും രാഷ്ട്രീയം എന്താണ് എന്നും തിരിച്ചറിയാൻ കഴിയണം.
ഒന്ന് പറഞ്ഞു കൊടുക്കേ മോളെ, അതിന്റെ തലക്കകത്ത് നിനക്ക് കയറട്ടെ. ഹൈക്കമാൻഡിന് ജനവികാരം അറിയണമെങ്കിൽ എങ്ങനെ അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ നേതാക്കളാണെങ്കിൽ രാജ്യത്തിന്റെ മുഴുവൻ വികാരം അറിയാൻ കഴിയണം. ഇവിടെ നിന്ന് ആരെങ്കിലും പോയി ഒപ്പീസ് ചൊല്ലിയാലേ അറിയുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകരുത്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഓതിക്കൊടുക്കലുകൾ കേട്ട് മാത്രം ചലിക്കുന്ന പാവകളായി പോകും. ഇനി ഒറ്റ വഴിയുള്ളൂ. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.